ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢവും അടുത്തതുമാണെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് തിങ്കളാഴ്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് മുഹമ്മദ് യൂനുസിന്റെ പരാമർശം. ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് യൂനുസിന്റെ പരാമർശം. ധാക്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അടുത്തിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച വരുത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് യൂനുസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ അഭയം പ്രാപിച്ച അവാമി ലീഗ് മേധാവിയും പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനുസ് ആശങ്ക പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ കണ്ണുകൾ ആശങ്കാകുലമാണ്, കാരണം അവർ അവിടെ നിന്ന് നിരവധി പ്രസ്താവനകൾ നടത്തുന്നു. ഇത് സംഘർഷം സൃഷ്ടിക്കുന്നുവെന്ന് യൂനുസ് മിശ്രി പറഞ്ഞു. മതം, നിറം, വംശം, ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ ഓരോ പൗരനെയും സംരക്ഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് യൂനുസ് പറഞ്ഞു. ധാക്കയിൽ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് MD തൗഹീദ് ഹുസൈനുമായും മിശ്രി കൂടിക്കാഴ്ച നടത്തി. ഓഗസ്റ്റ് 8-ന് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ ഉന്നതതല നയതന്ത്ര ഇടപെടലാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ച. ദാസും ഹിന്ദുക്കളും അവരുടെ ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണവും ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റുമായുള്ള ഇടപഴകൽ വർദ്ധിപ്പിക്കാനും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് സംയുക്തവും യോജിച്ചതുമായ ശ്രമങ്ങൾ നടത്താനും ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് മിശ്രി പറഞ്ഞു. ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് രണ്ടാമതൊരു ചിന്തയില്ല. ഇത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ധാക്കയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് ജമുനയിൽ വെച്ച് യൂനുസിനെ കാണുന്നതിന് മുമ്പ് മിശ്രി പറഞ്ഞു. ഞങ്ങൾ നിർത്തിയിടത്ത് നിന്ന് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് പൗരന്മാർക്കുള്ള വിസകളുടെ എണ്ണം ഇന്ത്യ ഇരട്ടിയാക്കിയെന്നും വരും ദിവസങ്ങളിൽ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കുമെന്നും മിശ്രി പറഞ്ഞു. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് മിശ്രി പറഞ്ഞത്. അധികാരമേറ്റ ശേഷം യൂനുസിനെ അഭിവാദ്യം ചെയ്ത ആദ്യ വിദേശ നേതാക്കളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മിശ്രി പറഞ്ഞു. മാധ്യമ വിവരണവും ഇരു അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ധാരണയും വ്യത്യസ്തമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ബംഗ്ലാദേശിലെ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുമായി ഇന്ത്യക്ക് ബന്ധമുണ്ടെന്നത് തെറ്റായ ധാരണയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളപ്പൊക്കത്തിലും ജലപരിപാലനത്തിനും രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി സഹകരണം വേണമെന്നും യോഗത്തിൽ യൂനുസ് ആവശ്യപ്പെട്ടു. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള തന്റെ മുൻകൈയിൽ ചേരാൻ ഇന്ത്യയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.